ഇത് 108 ഗണപതിയാണ്. ഇതിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. എൻ്റെ ഫസ്റ്റ് കളക്ഷൻ ഈ ഗണപതിയിൽ നിന്നാണ് എനിക്ക് ആദ്യ കാലങ്ങളിൽ അത് ഗണപതിയായിരുന്നു. പിന്നെ ഞാൻ മധുരയിൽ പിള്ളയാർപട്ടി എപ്പോഴും പോകാറുണ്ട്. അതിൽ 108 പ്രാവശ്യം പോയ ഓരോ സന്ദർശനത്തിൽ ഞാൻ മേടിച്ച ഗണപതിയാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ചിലപ്പോൾ മന്ത്ലി, ചിലപ്പോൾ 2 പ്രാവശ്യം പോകും, അങ്ങനെയൊക്കെ കളക്ട് ചെയ്തതാണ് 108 ഗണപതി. 107 എണ്ണം പിത്തളയും 1 വെള്ളിയിലും കൂടെ തീർത്തതാണ്. അങ്ങനെ കളക്ഷൻ ചെയ്തതാണ്. ഇതെല്ലാം എൻ്റെ യാത്രകളാണ്. അപ്പോൾ യാത്രകളുടെ ഓർമ്മകളാണ് ഈ ഒരു ഇതൊക്കെ. അപ്പോൾ ഈ ഒരു 108 പ്രാവശ്യം പോയി ആ ഒരു കളക്ഷനൊക്കെ നമ്മൾ ഓർത്ത് എടുത്ത് വെക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഒരു നവരാത്രി ഈസ് ആൻ ഇമോഷൻ. എനിക്കത് ശരിക്കും പറഞ്ഞാൽ നവരാത്രി ഒരു ഫെസ്റ്റിവലായിട്ട് എനിക്കത് പറയാനായിട്ട്, ഒരു വീടിൻ്റെ ഉത്സവം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കവറടി ജംഗ്ഷൻ്റെ ഒരു ഉത്സവം കൂടെ ആയി. എൻ്റെ കുലദൈവം ക്ഷേത്രത്തിൽ മേലാങ്കുടമ്മയ്ക്ക് കുട വരും. അതുപോലെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശക്തികൃപയിലെ ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് ആഘോഷമായിട്ട് വരുന്നതുകൊണ്ട് ഇപ്പം അത് വെളിയിലുള്ള തോരണങ്ങൾ ഇതൊക്കെ ശരിക്കും ഞാനായിട്ട് കണ്ടക്ട് ചെയ്തതല്ല, എല്ലാം എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നതാണ്, എൻ്റെ അനിയന്മാർ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിലുള്ള ഓരോ ആശയങ്ങളാണ്. ഞാൻ ഗൊലുവിന് ഇന്ന ചെയ്യണമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. വെളിയിൽ ഔട്ടറായിട്ട് ചെയ്യുന്നതൊക്കെ അവരുടെ ഇതാണ്. അപ്പോൾ അവരും അതുപോലെ ഇത് ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതെല്ലാം അവർ ശരിക്കും പറഞ്ഞാൽ പബ്ലിസിറ്റി കൺവീനേഴ്സൊക്കെ അവരാണ്.